السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. സഹോദരങ്ങളെ, ഈയിടെ പുറത്തിറങ്ങിയ നമ്മുടെ രണ്ട് പുസ്തകങ്ങളിൽപ്പെട്ട പുസ്തകമാണ് ഡാർവിൻ്റെ പ്രാർത്ഥന എന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്രന്ഥം. നിലവിലുള്ള സാഹചര്യത്തിൽ പുതിയ യുവസമൂഹങ്ങൾ ലിബറലിസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും മുൻപിൻ നോക്കാതെ ഓടി അടുക്കുന്നത് കണ്ട സാഹചര്യത്തിൽ ഇവരെ എല്ലാം സ്വാധീനിച്ച ലോകത്തെ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം വരികയും 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും നിരീശ്വരവാദത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും അടിസ്ഥാനമായി മാറുകയും ചെയ്ത ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരണം നൽകണമെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ വിനീതൻ ഒരു ഗ്രന്ഥം രചിക്കാൻ കാരണമായിട്ടുള്ളത്. തിയറി ഓഫ് എവല്യൂഷനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ 5-ാം പേജിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ AD 1859 നവംബർ 24-നാണ് ഡാർവിൻ്റെ ഏറെ പ്രമാദമായ തിയറി ഓഫ് എവല്യൂഷന് വെളിച്ചത്ത് കൊണ്ടുവന്ന തൻ്റെ പുസ്തകം പുറത്തിറങ്ങുന്നത്. ആ പുസ്തകത്തിൻ്റെ പൂർണ്ണനാമം ഇങ്ങനെയായിരുന്നു: ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ or the preservation of favored races in the struggle for life എന്ന വർഗങ്ങളുടെ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, വർഗങ്ങളുടെ തുടക്കം, ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണത്തിലൂടെ, ഓർ ദ പ്രിസർവേഷൻ ഓഫ് ഫേവേർഡ് റൈസസ് അഥവാ ഇഷ്ടപ്പെട്ട വർഗങ്ങളെ, വംശങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ, ഇൻ ദ സ്ട്രഗിൾ ഫോർ ലൈഫ്, അതിജീവിക്കാനുള്ള സമരത്തിനിടയിൽ. ഇതാണ് തിയറി ഓഫ് എവല്യൂഷൻ പുറത്തു കൊണ്ടുവന്ന ഡാർവിൻ്റെ തന്നെ പുസ്തകത്തിൻ്റെ സമ്പൂർണ്ണ നാമം. AD 1859 നവംബർ 24-ന് ഈ പുസ്തകം പുറത്തിറങ്ങുന്ന സാഹചര്യം ലോകം മുഴുവനും ബ്രിട്ടൻ്റെയും യൂറോപ്യൻ ശക്തികളുടെയും കോളനികളായിരുന്ന, പ്രത്യേകിച്ച് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ, മതവും സംസ്കാരവും ധർമ്മവും നീതിയുമൊക്കെ നിലനിന്ന പ്രദേശങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ഇവയെല്ലാം ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും അതുപോലെയുള്ള യൂറോപ്യൻ ശക്തികളുടെ കോളനികളായിരുന്ന കാലഘട്ടമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ, അത് അടുത്ത പ്രഭാഷണങ്ങളിൽ വിശദീകരിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ബ്രിട്ടീഷ് ഭരണകൂടത്തിനും യൂറോപ്യൻ ശക്തികൾക്കുമെല്ലാം തിയറി ഓഫ് എവല്യൂഷൻ ജീവൻ്റെ അടിസ്ഥാനമായി അംഗീകരിക്കേണ്ടി വന്നു. അത് പിന്നീട് വിശദീകരിക്കാം. അത് അവരുടെ കോളനി രാജ്യങ്ങളായ ഏഷ്യൻ ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായ, യൂറോപ്യൻ ശക്തികളുടെ കോളനികളായ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ചോദ്യമില്ലാതെ അംഗീകരിക്കപ്പെടുകയും അത് വളർന്നുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരെയും യുവാക്കളെയും യുവതീ-യുവാക്കളെ ഒന്നടങ്കം പഠിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ട്. പിന്നീട് 1950-കളുടെ ഒരു കാലഘട്ടത്തിൽ, 900-ൻ്റെ തുടക്കത്തിൽ, 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം, പിന്നെ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷവുമായിട്ട് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വലിയൊരു ശതമാനം നാടുകൾക്കും ബ്രിട്ടനിൽ നിന്നും യൂറോപ്യൻ ശക്തികളിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോഴേത്തിന് അവിടുത്തെ മോഡേൺ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി എവല്യൂഷൻ തിയറി മാറി എന്നതാണ് പരമാർത്ഥം. അതായത് പല നിലക്കും യൂറോപ്പിനെ അംഗീകരിക്കാൻ കഴിയാത്ത ജനവിഭാഗങ്ങൾ പോലും അവരും അവരുടെ തലമുറക്കാരും നിർബന്ധപൂർവം പഠിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജീവൻ്റെ തുടക്കം ഭൂമിയിൽ വരാനുള്ള അടിസ്ഥാന കാരണം മനുഷ്യൻ്റെ എന്നല്ല ജീവൻ്റെ തന്നെ
അതിൻ്റെ പരിണാമമായിട്ടാണ് മനുഷ്യവർഗം വരുന്നത് എന്നാണ് ഡാർവിൻ സിദ്ധാന്തം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം തിയറി ഓഫ് എവല്യൂഷൻ തന്നെയാണെന്ന് ചോദ്യമില്ലാത്ത വിധത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ എന്താണ് വന്നത്? AD 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം 1859 നവംബർ 24 ശേഷമുള്ള ഇന്ന് വരെയുള്ള സാഹചര്യത്തിൽ ലോകത്ത് വളർന്നു വന്ന മോഡേൺ എഡ്യൂക്കേഷൻ മുഴുവനും എല്ലാ ജീവവർഗങ്ങളുടെയും അടിസ്ഥാനം തീർച്ചയായും തിയറി ഓഫ് എവല്യൂഷൻ്റെ ആധാരത്തിൽ തന്നെയാണ്, അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് നടന്നിട്ടുള്ള എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ബ്രിട്ടൻ്റെയും മറ്റു യൂറോപ്യൻ ശക്തികളുടെയും പ്രത്യേകമായ താല്പര്യപ്രകാരം യൂറോപ്പിലും പിന്നെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും എല്ലാം, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും ഒരു കൃത്യമായ ശാസ്ത്രസത്യം എന്ന നിലയിൽ ഇന്നും തെളിയിക്കപ്പെടാത്ത ഒന്നാണ് തിയറി ഓഫ് എവല്യൂഷൻ. ഒരു ശാസ്ത്ര സത്യം എന്ന നിലയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും അത് പഠിപ്പിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും യൂത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ അത് സ്വാധീനിക്കുകയും അതുവഴി നിരീശ്വരവാദവും ലിബറലിസവും കൂടുതൽ വളരാൻ കാരണമാവുകയും ചെയ്തു. ഇതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ തിയറി ഓഫ് എവല്യൂഷൻ പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള അതിൻ്റെ ചില പരിണിത ഫലങ്ങൾ. അതുവഴി നിരീശ്വരവാദികളും യുക്തിവാദികളും അവരുടെ സിദ്ധാന്തങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കൂടുതൽ വഴിയുണ്ടായി. ലോകത്തിൻ്റെ നാനാഭാഗത്തും പല ധർമ്മങ്ങളും പല യാഥാർത്ഥ്യങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു. പല പ്രയാസങ്ങളും ഉണ്ടായി. ആ പ്രയാസങ്ങളെ ഞാൻ ഒരു വാക്കിൽ വിശദീകരിക്കുന്നില്ല. പലരും പലരെക്കാൾ യോഗ്യരാണ്, പലരും പലരെക്കാൾ അയോഗ്യരാണ്. ചിലരെ കൊല്ലാം, ചിലരെ നിലനിർത്താം. ഇങ്ങനെ ഡാർവിനിസത്തിന് പിന്നീട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നു. സോഷ്യൽ ഡാർവിനിസം അതിൽപ്പെട്ട ഒരു കാര്യമാണ്. യൂറോപ്യന്മാർ ഏറ്റവും മേലെയാണ്, ആഫ്രിക്കക്കാരും ഏഷ്യക്കാരും ഏറ്റവും താഴെയാണ്. അതായത് ജീവവർഗങ്ങൾക്കിടയിൽ വരെ വളരെ വലിയ വംശീയവും വർഗീയവുമായ ഒരു ചേരിതിരിവ് ഉണ്ടാകാനും അത് മഹായുദ്ധങ്ങൾ ഉണ്ടാകാനും ഇന്നും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെയുള്ള സാധുജനങ്ങളുടെ നാടുകളിൽ യുദ്ധങ്ങളും കൊലപാതകങ്ങളും നടത്താനും യാതൊരു അധർമ്മമോ അതിൻ്റെ പിന്നിലില്ല എന്നൊരു ചിന്തയിലേക്കും ലോകത്ത് കോടിക്കണക്കായ ജനങ്ങൾ എത്തിച്ചേരുകയും ചെയ്ത ഭീകരമായ ചില അവസ്ഥകളും അതിൻ്റെ പേരിലുണ്ടായി. ഞാൻ പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ ലോകത്ത് വലിയ പ്രതിസന്ധികൾ, മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിലെ മാറ്റം, മനുഷ്യൻ്റെ കാഴ്ചപ്പാട്, ഇങ്ങനെ വളരെ വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നതാണ് തിയറി ഓഫ് എവല്യൂഷൻ. പക്ഷേ ഇന്നൊരു ഫാക്റ്റായി ഒരു യാഥാർത്ഥ്യമായി പഠിപ്പിക്കപ്പെടുന്ന ഈ ഒരു സിദ്ധാന്തം കൃത്യമായും ശരിയാണോ എന്ന് അന്വേഷിക്കുന്ന കാര്യത്തിൽ ലോകത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്നും മെനക്കെട്ടില്ല, തയ്യാറായില്ല എന്നത് ഏറെ ഖേദകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് അത് അസത്യമാണെന്ന് തെളിയിക്കാനുള്ള സാഹചര്യം ശാസ്ത്രത്തിന് ഉണ്ടായിരുന്നില്ല. ഇത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള സാഹചര്യം ഇന്നും ഡാർവിനിസ്റ്റുകളുടെ കയ്യിലില്ല എന്നതും ഒരു പരമ യാഥാർത്ഥ്യമാണ്. അതായത് ഡാർവിനിസത്തിന് തിയറി ഓഫ് എവല്യൂഷന് കൃത്യമായ അതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. തിയറി ഓഫ് എവല്യൂഷനിലൂടെ, നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് ലോകത്ത് ജീവവർഗങ്ങൾ ഉണ്ടായത് എന്നതിനുള്ള ഒരു കൃത്യമായ ഒരു യാഥാർത്ഥ്യം, ഒരു തെളിവ്, അതൊരു ഫാക്റ്റായി അംഗീകരിക്കപ്പെടാനുള്ള തെളിവുകൾ, ലക്ഷ്യങ്ങൾ ഇന്ന് വരെയും ഡാർവിനിസ്റ്റുകൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു പരമാർത്ഥമാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സാഹചര്യം വളരെ മാറിയിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രം വളരെയേറെ മുന്നോട്ട് പോയി. ടെക്നോളജി, മെഡിക്കൽ എക്യുപ്മെൻസിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു, വലിയ മാറ്റങ്ങളുണ്ടായി. ശാസ്ത്രങ്ങൾക്ക് ഉപശാഖകളുണ്ടായി, ഉപശാഖകൾക്ക് ഉപശാഖകളുണ്ടായി. വളരെ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഭംഗിയായും വളരെ കൃത്യമായും പഠിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ലോകത്തെ 10,000-കണക്കായ ശാസ്ത്രകാരന്മാർക്ക് തിയറി ഓഫ് എവല്യൂഷൻ അയാഥാർത്ഥ്യമാണ്, അതൊരു
ഉട്ടോപ്യൻ സിദ്ധാന്തം മാത്രമാണ്, ഒരിക്കലും അത് സത്യമല്ല എന്ന് മനസ്സിലാവുകയും അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതാണ് എല്ലാത്തരം ശാസ്ത്ര വായനകളിൽ നിന്നും പിൽക്കാലത്ത് 1980-കൾക്ക് ശേഷം പുറത്തു വന്ന ഇൻ്റലിജൻ്റ് ഡിസൈൻ. എല്ലാ ശാസ്ത്രശാഖകളിലും ഇൻ്റലിജൻ്റ് ഡിസൈൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആസൂത്രണത്തിൻ്റെ ബൗദ്ധികത എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലോകത്ത് ഈ കാണുന്ന കൃത്യമായ ക്രമങ്ങൾ, രീതികൾ, സംവിധാനങ്ങളെല്ലാം ഒരു കൃത്യമായ ഡിസൈൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസൈനർ സംവിധാനിച്ചതാണെന്ന് 10,000-കണക്കിന് ലോകത്തെ മഹത്തുക്കളായ ശാസ്ത്രകാരന്മാർ 980-ന് ശേഷം കണ്ടെത്തുകയും തിയറി ഓഫ് എവല്യൂഷന് യാതൊരു സാധൂകരണവും ഇല്ല എന്ന് ലോകത്ത് നൂറുകണക്കിന് പഠന റിപ്പോർട്ടുകളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, ഡോക്യുമെൻ്ററികളിലൂടെ അവർ തെളിയിക്കുകയും ചെയ്തു. പക്ഷേ അധികാരത്തിൻ്റെ മുഷ്ക് കൊണ്ട് നിരീശ്വരവാദികൾക്കും ലിബറലിസ്റ്റുകൾക്കും അതുവഴി ഡാർവിനിസ്റ്റുകൾക്കും കൈവന്നിട്ടുള്ള അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ലോകമൊട്ടുക്ക് വളർന്നു നിൽക്കുന്ന അവരുടെ ഒരു നെറ്റ്വർക്കിൻ്റെയും അതിശക്തമായ സ്വാധീനത്തിൽപ്പെട്ട് 10,000-കണക്കിന് എന്ന് പറയാവുന്ന, ലക്ഷക്കണക്കിന് എന്ന് പറയാവുന്ന ശാസ്ത്രകാരന്മാരുടെ ചിന്താഗതികളും അവരുടെ ഡോക്യുമെൻ്ററികളും അവരുടെ ലേഖനങ്ങളും അവരുടെ ശാസ്ത്ര ഗവേഷണ പഠന റിപ്പോർട്ടുകളും ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ സമൂഹം സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമില്ലാതെ, അല്ലെങ്കിൽ അതറിയുന്നവർക്ക് കൂടുതൽ അറിയാനുള്ള സാഹചര്യമില്ലാതെ, അതുമല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലായിട്ടും അയാഥാർത്ഥ്യമായ ഈ ഒരു സിദ്ധാന്തത്തെ ഒരു ഫാക്റ്റ് പോലെ ലോകത്ത് മുഴുവനും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഡാർവിൻ ഇങ്ങനെ ചെയ്തത്? എവിടെയൊക്കെയാണ് ഡാർവിന് അബദ്ധം സംഭവിച്ചിട്ടുള്ളത്? എന്തായിരുന്നു ഡാർവിൻ്റെ കാലഘട്ടത്തിലെ ശാസ്ത്രീയ പരിമിതികൾ, എക്യുപ്മെൻസിൻ്റെ പരിമിതികൾ, അതേപോലെ തന്നെ അതിൻ്റെ പരിധികൾ, അതിൻ്റെ പരിമിതികൾ, ആ കാലഘട്ടത്തിൻ്റെ ശാസ്ത്രകാരന്മാരുടെ ധാരണകളിൽ വന്നിട്ടുള്ള ഭീമമായ അബദ്ധങ്ങൾ, ഡാർവിനടക്കം വന്നിട്ടുള്ള ഭീമമായ അബദ്ധങ്ങൾ, ഇതെല്ലാം ഇന്ന് 10,000-കണക്കായ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് അറിവുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ ശാസ്ത്രകാരന്മാരുടെ മുഴുവനും ചിന്തകളും അവരുടെ ഗവേഷണ റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തിയാണ് ഈ അമൂല്യമായ ഗ്രന്ഥം രചിക്കാൻ തയ്യാറാകാനുള്ള അടിസ്ഥാന കാരണം. മാത്രവുമല്ല, ഏതൊരു വ്യക്തിയും ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെ പിന്നിൽ ഒരു അന്ധചോദനയുണ്ടാവും. ആ വ്യക്തി അത് ചെയ്യാൻ എന്താണ് കാരണം? ഡാർവിന് തന്നെ അവസാന കാലഘട്ടത്തിൽ ഉറപ്പില്ലാതെയായിരിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഡാർവിൻ മരിക്കുന്നത് 1892-ലാണ്. അതിനിടയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അതൊക്കെ ഈ ഗ്രന്ഥത്തിൽ അതിവിദഗ്ധമായി വിശദീകരിക്കുന്നുണ്ട്. ആർക്കും സംശയത്തിന് യാതൊരു അവകാശവുമില്ലാതെ വളരെ കൃത്യമായ അതിനുള്ള പ്രൂഫ് ആൻഡ് എവിഡൻസ് ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഏതൊരു വ്യക്തിയും ഒരു കർമ്മം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈ കർമ്മം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു അന്ധചോദനയുണ്ട്. എന്താണ് അന്ധചോദന? അയാഥാർത്ഥ്യമായ സിദ്ധാന്തം ലോകത്തെ ധർമ്മത്തെയും നീതിയെയും സത്യത്തെയും എല്ലാം മാറ്റിമറിച്ച് അതിനൊന്നും യാതൊരു വിലയും ഇല്ലാതെയാക്കി സദാചാര ചിന്തകൾക്കോ, ഇന്ന് ലിബറലിസം എത്തി നിൽക്കുന്ന സദാചാര ബോധം ഇല്ല എന്ന ലിബറലിസം എത്തി നിൽക്കുന്ന വാദങ്ങൾക്ക് പിന്നിൽ പോലും അടിസ്ഥാനപരമായി 1859 നവംബർ 24-ന് പുറത്തിറങ്ങിയ ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ്റെ ഗ്രന്ഥമായ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണെന്ന് കൃത്യമായും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ, ഈ അയാഥാർത്ഥ്യങ്ങൾ ലോകം മനസ്സിലാക്കുമ്പോഴുണ്ടാകുന്ന ഒരു വേദന, ആ വേദനയാണ് എൻ്റെ അന്ധചോദന. അത് സദാചാരങ്ങളെ നശിപ്പിച്ചു, ധർമ്മബോധത്തെ നശിപ്പിച്ചു, മനുഷ്യരെല്ലാം ഒന്നാണെന്ന ചിന്തയെ നശിപ്പിച്ചു, കറുത്തവനും വെളുത്തവനും തമ്മിൽ വ്യത്യാസമില്ല എന്ന ചിന്തയെ ഇല്ലാതെയാക്കി, മനുഷ്യരിൽ എല്ലാവരും ഒരുപോലെയാണ്, വെളുത്തവനൊരു പ്രത്യേകത, കറുത്തവനെ കൊല്ലാം, ഇങ്ങനെയൊക്കെയുള്ള പിൽക്കാലഘട്ടത്തിൽ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ പോലും ഉണ്ടാകാൻ അടിസ്ഥാനപരമായ കാരണമാണ് സത്യത്തിൽ സോഷ്യൽ ഡാർവിനിസം. ഇതെല്ലാം ലോകത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്, വലിയ വ്യത്യാസങ്ങളുണ്ടായി ചിന്തകളിൽ. മനുഷ്യർ ചിലരെ നികൃഷ്ട ജീവികളായി കണക്കാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് പോലും ഇസ്രായേൽ ഗസയിലുള്ള 10,000-കണക്കായ ജനങ്ങളെ നിഷ്കരുണം കൊലപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ
സോഷ്യൽ ഡാർവിനിസത്തിൻ്റെ ഒരു പാർട്ട് അതിൻ്റെ പിന്നിലുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 3,70,00,000 ജനങ്ങളെ കൊലപ്പെടുത്തപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 11 കോടി ജനങ്ങളെ കൊലപ്പെടുത്തപ്പെട്ടു. ഇതൊക്കെ നിഷ്കരുണം നടക്കുകയാണ്. പിന്നീട് വലിയ പ്രശ്നങ്ങളും യുദ്ധങ്ങളും എല്ലാം ഉണ്ടായി. ഒരിക്കലും മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ മനുഷ്യൻ ചില ക്രൂരതകൾ ചെയ്തു. നിരപരാധികളായ സാധുക്കളായ ഹിരോഷിമയിലും നാഗസാക്കിയിലുമുള്ള സാധുക്കളായ ജനങ്ങളെ യാതൊരു മനോവേദനയുമില്ലാതെ കൊലപ്പെടുത്തി. അതിനെല്ലാം മനുഷ്യൻ ന്യായങ്ങൾ കണ്ടെത്തി. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഡാർവിനിസത്തിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായി ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആ വസ്തുതകൾ കൃത്യമായി ഇவ்விധത്തിൽ മലയാളികളെ അറിയിച്ച ഒരു ഗ്രന്ഥം മലയാളത്തിലില്ല എന്ന് വളരെ കൃത്യമായി എനിക്ക് പറയാൻ കഴിയും. ഇങ്ങനെ അതായത് അയാഥാർത്ഥ്യമായ ഒരു തിയറിയെ ഒരു യാഥാർത്ഥ്യം പോലെ ഒരു ഫാക്റ്റ് പോലെ അവതരിപ്പിച്ച് മനുഷ്യ മനസ്സുകളെ ഇത്തരം മലീമസമാക്കിയ ഡാർവിനെ പൊളിച്ചെഴുതിയ ഡാർവിൻ സിദ്ധാന്തത്തെയും തിയറി ഓഫ് എവല്യൂഷനെയും പൊളിച്ചെഴുതിയ ഒരു ഗ്രന്ഥം മലയാളത്തിൽ ഇതുപോലെ ഇന്ന് വരെ വിരചിതമായിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ എനിക്ക് കഴിയും. ഇത് നമ്മുടെയൊക്കെ യുവാക്കൾ, ഭൗതിക വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നവർ, ശാസ്ത്രപടുക്കൾ, പലതരത്തിലുള്ള ആധുനിക ചിന്താഗതിയിലൂടെയും ചിന്താധാരകളിലൂടെയും അനുദിനം കടന്നു പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ നിർബന്ധമായും അവരെ കൊണ്ട് ഈ പുസ്തകം വായിപ്പിക്കണം എന്നാണ് അവരുടെ രക്ഷിതാക്കളോട് സ്നേഹപൂർവ്വം എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം അതിൽ ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഡാർവിൻ? പിൽക്കാലഘട്ടത്തിൽ ഡാർവിനിൽ നിന്ന് 1859 വിരചിതമായ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസിന് ശേഷം പതിറ്റാണ്ടുകളും കഴിഞ്ഞാണ് 1892 ചാൾസ് ഡാർവിൻ മരണപ്പെടുന്നത്. പിന്നെ ചാൾസ് ഡാർവിൻ്റെ അന്തഃചോദന എന്തായിരുന്നു എന്നതിൽ വലിയ ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. അതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയ വളരെ കൃത്യമായ ഒരവതരണവും ഒരു കൃത്യമായ ഒരു സമർപ്പണവുമാണ് ഈ പുസ്തകം നടത്തിയിട്ടുള്ളത്. ഡാർവിന് പറ്റിയ തെറ്റുകളെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഡാർവിൻ്റെ സാഹചര്യത്തിൽ നിന്ന് വളരെ നമ്മൾ ചിന്തിക്കണം. 1859 നവംബർ 24 ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെ തിയറി ഓഫ് എവല്യൂഷൻ പുറത്തു വരുന്നത്. അതിനുശേഷം എത്രത്തോളം ശാസ്ത്രചിന്തകൾ അതിനുശേഷമുള്ള ഏകദേശം ഈ 1.25 നൂറ്റാണ്ടെന്ന് പറയാം, ഈ 1.5 നൂറ്റാണ്ടിലേറെ വന്ന ഈ ഒരു കാലഘട്ടത്തിനിടയിൽ എന്തിനൊക്കെ നമ്മൾ പൊളിച്ചെഴുത്ത് നടത്തി, എന്തൊക്കെ ചിന്താധാരകൾ ചിന്താഗതികളിൽ പൊളിച്ചെഴുത്ത് നടത്തി. എന്തുകൊണ്ട്? ശാസ്ത്രീയ വികാസങ്ങളില്ലാതെ ശാസ്ത്രകാരന്മാർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ആവശ്യമായ എക്യുപ്മെൻസുകളില്ലാതെ ഉള്ള ഒരു കാലഘട്ടത്തിൽ 1850 എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവിടെ നിന്ന് നമ്മളുടെ ചിന്തകൾക്ക് എത്ര വലിയ മാറ്റങ്ങളുണ്ടായി. വിദ്യാഭ്യാസത്തിൽ തന്നെ എത്രയേറെ പൊളിച്ചെഴുത്ത് നടത്തി. പക്ഷെ എന്തുകൊണ്ട് ചാൾസ് ഡാർവിൻ്റെ അതും ഇന്ന് വരെ സത്യമാണെന്ന് ഡാർവിനിസ്റ്റുകൾ വരെ തെളിയിച്ചിട്ടില്ല എന്ന് സലക്ഷ്യം ഈ ഗ്രന്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഡാർവിനിസം പൊളിച്ചെഴുതാൻ ആധുനിക സമൂഹം, ആധുനിക ശാസ്ത്രകാരന്മാർ തയ്യാറായില്ല എന്നതാണ് എൻ്റെ ചോദ്യം. ഒരു ശാസ്ത്രകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗവേഷണം നടത്താൻ ഏറ്റവും അടിസ്ഥാനമായ സാഹചര്യങ്ങൾ പോലും 1859 ഉണ്ടായിരുന്നില്ല എന്നത് പരമാർത്ഥമാണ്. ഒരു ശാസ്ത്രകാരൻ ഗവേഷണം നടത്താൻ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ അയാൾക്ക് ലഭ്യമാകണം. ഒരു ഉദാഹരണം പറയാം. ഒരു ശാസ്ത്രകാരനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ബയോളജിയിൽ ജീവശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രകാരനെ സംബന്ധിച്ചിടത്തോളം ആ ശാസ്ത്രകാരന് മൈക്രോസ്കോപ്പ് ആവശ്യമാണ്. അക്കാലഘട്ടത്തിൽ മൈക്രോസ്കോപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ മൈക്രോസ്കോപ്പിൻ്റെ ദൗർബല്യതകൾ, സാങ്കേതിക പരിമിതികൾ കേൾവിക്കാരന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാധാരണയായി നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളിലെ ഒരു LP സ്കൂളിൽ, ഹൈസ്കൂളിലല്ല, ഒരു LP സ്കൂളിൽ പോലും അതിൻ്റെ ലാബിൽ ലഭ്യമാകുന്ന ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ ഒരു സാധാരണ നിങ്ങളുടെ തൊട്ടടുത്ത ഒരു LP സ്കൂളിലെ ലാബിലുള്ള ഒപ്റ്റിക്കൽ, ഇന്ന് നിങ്ങൾ കാണുന്ന ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ
100% സാങ്കേതിക തികവ് പോലും അക്കാലത്ത് ഏറ്റവും വലിയ ബയോളജിസ്റ്റായ ശാസ്ത്രകാരൻ്റെ ജീവശാസ്ത്രജ്ഞൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പരമാർത്ഥം. അന്നത്തെ ചാൾസ് ഡാർവിനെ പോലെയുള്ള ഒരു ബയോളജിസ്റ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ മൈക്രോസ്കോപ്പിൻ്റെ 100 ഇരട്ടി അളവിലേക്ക് നമ്മുടെ കുട്ടികളുടെ പഠനം പോലും വളർന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം സാങ്കേതിക തികവ് തീരെയില്ല. സാങ്കേതിക പരിജ്ഞാനം ഗാലപ്പഗോസ് ദ്വീപുകളിൽ കണ്ട ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ അദ്ദേഹം ചാൾസ് ഡാർവിൻ കൊടുത്തിട്ടുള്ള ഒരു ചിത്രമാണിത്. അതങ്ങനെ തന്നെ ഈ പുസ്തകത്തിൽ പകർത്തിയിട്ടുണ്ട്. ഗാലപ്പഗോസ് ദ്വീപുകളിൽ കണ്ട കുരുവികളുടെ കൊക്കുകളിൽ വന്ന മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ് പരിണാമ സിദ്ധാന്തത്തെ കണ്ടെത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുരുവികളുടെ കൊക്കിൽ വന്ന വ്യത്യാസമായി ഈ പ്രത്യക്ഷമായ നോട്ടം മാത്രമാണ്. ആ കൊക്കുകൾക്കുള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്ന് പഠനം ചെയ്യാനോ ഗവേഷണം നടത്താനോ ഉള്ള സാഹചര്യങ്ങൾ അതിനെ ഗൗരവമായി വലുതാക്കി ഒരു ശാസ്ത്രകാരന് മനസ്സിലാക്കുന്ന അളവിലേക്ക് അതിനെ മനസ്സിലാക്കിയെടുക്കാനുള്ള സാങ്കേതിക സൗകര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഉദാഹരണം പറയാം, ഇന്ന് അവിടെ നിന്നെല്ലാം ലോകം മാറി. 1930കളിലാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വരുന്നത്. അതിനുശേഷം അതിന് ധാരാളം അപ്ഡേഷനുകളും വന്നു. അതായത് ഇന്ന് നമ്മുടെ ഒരു ശാസ്ത്രകാരൻ്റെ കയ്യിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ഒരു നിസ്സാരപ്പെട്ട വളരെ അതിസൂക്ഷ്മമായ ഒന്നിനെ 1 കോടി മടങ്ങ് വലിപ്പത്തിൽ കാണാനുള്ള സംവിധാനം ഇന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾക്കുണ്ട്. ഇതൊക്കെ വളരെ വലിയ മാറ്റം വന്നതാണ്. ഈ കാണുന്നത് ഒരു പൂമ്പൊടിയുടെ ചിത്രമാണ്. ഇന്ന് ശാസ്ത്രകാരന്മാർ പുറത്തു കൊണ്ടുവന്ന ഒരു പൂമ്പൊടിയുടെ ചിത്രമാണ് ഈ കാണുന്നത്. അതിൻ്റെ കോടിക്കണക്കിന് വലിപ്പത്തിൽ മനസ്സിലാക്കാനും കണ്ടെത്താനുമുള്ള ഒരു സാഹചര്യം ഇന്ന് ലോകത്തുണ്ട്. ആ സൗകര്യങ്ങളൊന്നും ഒരു ശാസ്ത്രകാരൻ എന്ന നിലയിൽ ബയോളജിസ്റ്റായ ചാൾസ് ഡാർവിനോ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ശാസ്ത്രകാരന്മാർക്കോ ലഭ്യമായിരുന്നില്ല എന്നത് വളരെ വലിയ ഒരു പരമാർത്ഥമാണ്. ഈ കൊക്കുകളെ അദ്ദേഹം മനസ്സിലാക്കിയത് കേവലം നഗ്നനേത്രം കൊണ്ട് കണ്ടെത്താവുന്ന ഒരു രൂപത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ട പ്രാഥമികമായ നോട്ടത്തിലെ വ്യത്യാസത്തിലൂടെ മാത്രമാണ് ചാൾസ് ഡാർവിൻ പരിണാമത്തെ സംവിധാനിച്ചത്. അതിനുള്ളിൽ അടങ്ങിയിട്ടുള്ള അതിസങ്കീർണമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഉദാഹരണം പറയാം, കോശങ്ങളെക്കുറിച്ചുള്ള പഠനം വരുന്നത് ഈ പുസ്തകത്തിനും ശേഷം. അതായത് 1860കളിൽ തുടങ്ങാണ് കോശങ്ങൾ സെൽ തിയറി. 1860കളിലാണ് സെൽ തിയറി തുടങ്ങുന്നത്. പിന്നീട് അതിന് ധാരാളം വ്യത്യാസങ്ങൾ വന്നു. ഇന്നും കോശങ്ങളെക്കുറിച്ചുള്ള പഠനം പൂർത്തിയായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചാൾസ് ഡാർവിൻ കണ്ടെത്തുന്ന ഏറ്റവും ചെറിയ ജീവി ഉറുമ്പാണ്. ഏറ്റവും ചെറിയ ജീവി ഉറുമ്പാണ്. an എക്സാമ്പിൾ, ഈ ചെറിയ ഉറുമ്പിൻ്റെ ശരീരത്തിൽ 2 കോടി കോശങ്ങളെങ്കിലും ഉണ്ടാകുമെന്ന് ഇന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയത് ആ കാലഘട്ടത്തിൽ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഒരു ഉറുമ്പിൻ്റെ കേവലം ഒരു ചെറിയ ഒരു ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള അതിൻ്റെ സെല്ലുകൾ, കോശങ്ങൾ 2 കോടി കോശങ്ങളെങ്കിലും ഒരു കൃത്യമായി വർക്ക് ചെയ്യുന്ന കോശങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസിൻ്റെയൊക്കെ വിശദീകരണം ഞാൻ പിന്നീട് പറയാം. ഇതൊക്കെ ഇന്ന് സാധാരണക്കാരായ നമുക്ക് പോലും അറിയും. പക്ഷെ അത്തരം അറിവ് പോലും ഡാർവിൻ ഈ തിയറി പുറത്തു കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ ശാസ്ത്രകാരന്മാർക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാക്ടീരിയയെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ വരുന്നത് പിൽക്കാലഘട്ടത്തിലാണ്. ബാക്ടീരിയകളും വൈറസുകളുമാണ് രോഗം പടർത്തുന്നതെന്ന് കൃത്യമായി കണ്ടെത്തുന്ന 1928ലാണ്. ഒരു ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 20 ലക്ഷം ബാക്ടീരിയകൾ ഉണ്ടായേക്കാം. ആധുനിക ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ അത് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഉറുമ്പിൻ്റെ ശരീരത്തിൽ, ചെറിയൊരു കുഞ്ഞൻ ഉറുമ്പിൻ്റെ സൂക്ഷ്മജീവികൾ, ഡാർവിൻ കണ്ടെത്തിയ ഏറ്റവും ചെറിയ ജീവി ഉറുമ്പാണ്. അത് ഇന്ന് കേവലം ബയോളജി പഠിക്കുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കൊക്കെ അറിയും. ഈ അറിവ് ചാൾസ് ഡാർവിൻ ഉണ്ടായിരുന്നില്ല. ചാൾസ് ഡാർവിൻ്റെ കാലഘട്ടത്തിലെ ആർക്കുണ്ടായിരുന്നില്ല. ഒരു സാങ്കേതിക സൗകര്യങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ തിയറി സംവിധാനിക്കപ്പെട്ടിട്ടും ആയിട്ട് പോലും ഇന്നും ഈ തിയറി നിലനിർത്തുന്നതിൻ്റെ പിന്നിൽ നിരീശ്വരവാദികളുടെയും ലിബറലിസ്റ്റുകളുടെയും പ്രത്യേകമായ താല്പര്യമാണ് എന്ന കാര്യം വ്യക്തമാണ്. സർജറി ആ കാലഘട്ടത്തിലുണ്ട്.
അക്കാലത്തെ സർജറിയുടെ ഒരു ചിത്രം ഈ പുസ്തകത്തിൻ്റെ 53-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഡോക്ടർമാർ നടത്തിയിരുന്ന സർജറിയുടെ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. അതായത് ആരാ സർജറി ചെയ്യുക? ഒരാളുടെ കൈയോ കാലോ ഒക്കെ സർജറി ചെയ്യണമെങ്കിൽ അത് ഡോക്ടർമാർ വിധി എഴുതിയാൽ പിന്നെ എന്താ ചെയ്യുക? സാധാരണയായി ആശ്രയിച്ചിരുന്ന ബാർബർമാരെയോ ഇറച്ചി വെട്ടുകാരെയോ ആണ്. അക്കാലത്തെ ഓപ്പറേഷൻ തിയേറ്ററിനെ പറ്റി പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ. എന്താ ഓപ്പറേഷൻ തിയേറ്റർ? ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ ഒരു മൂല, ഒരു ആശുപത്രിയുടെ മൂലയിൽ രക്തക്കറയുള്ള ഒരു ഏരിയ, അവിടേക്ക് ഒരാളുടെ ശരീരം കീറി മുറിക്കണമെന്ന് തോന്നിയാൽ ആ പ്രദേശത്തെ ഡോക്ടർ ആളയക്കും അവിടുത്തെ ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്തേക്ക്. അയാളാണ് അത് മുറിച്ചു മാറ്റേണ്ടത്. ഓപ്പൺ എയറിൽ യാതൊരു സാങ്കേതിക സൗകര്യങ്ങളും ഇല്ലാത്ത എന്തുകൊണ്ട്? ഒരാളുടെ ശരീരം കീറി മുറിക്കുമ്പോൾ അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ, ആ ശരീരത്തെ അപകടത്തിന് സംരക്ഷിക്കാനുള്ള സാങ്കേതിക സൗകര്യമുള്ള ഓപ്പറേഷൻ തിയേറ്റർ സംവിധാനിക്കാൻ അക്കാലഘട്ടത്തിൽ സൗകര്യമില്ല. എന്ന് മാത്രമല്ല, ബാക്ടീരിയ അങ്ങനെ തുറന്നിട്ട സ്ഥലത്ത് ഓപ്പറേഷൻ ചെയ്താൽ ബാക്ടീരിയകൾ, വൈറസുകൾ ശരീരത്തിനുള്ളിൽ കയറുകയും ആ വ്യക്തി മരിക്കാൻ കാരണമാവുകയും ചെയ്യും. രോഗം പടർത്തുന്നത് വൈറസാണ്, ബാക്ടീരിയയാണ് എന്ന വിവരം അന്ന് ബയോളജിസ്റ്റുകൾക്കില്ല. ആ കാലഘട്ടത്തിലെ ശസ്ത്രക്രിയ എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ 52-ാമത്തെ പേജ്, 53, 54 പേജൊക്കെ ഇത് വിശദീകരിക്കുന്നുണ്ട്. അതായത് സയൻറ്റിഫിക് അമേരിക്കൻ പുറത്തിറങ്ങിയ ബുച്ചറിങ് ആർട്ട് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം AD 18-19 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ശസ്ത്രക്രിയകൾ എങ്ങനെയായിരുന്നു, ശസ്ത്രക്രിയയുടെ ചരിത്രം എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായി ബുച്ചറിങ് ആർട്ട് എന്ന സയൻറ്റിഫിക് അമേരിക്കൻ്റെ ഗ്രന്ഥത്തിൽ, അവർ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അല്പം പുസ്തകത്തിൽ നിന്ന് വായിക്കാം. ഇറച്ചിവെട്ടുകാർ, ബാർബർമാർ എന്നിവരെ കൊണ്ട് നടത്തിയിരുന്ന ശസ്ത്രക്രിയകൾ വിക്ടോറിയൻ ബ്രിട്ടനിൽ സർവ്വസാധാരണമായിരുന്നു. ആശുപത്രികളുടെ മൂലയിൽ കശാപ്പ് ശാലകളെ പോലെ തോന്നിക്കുന്ന ഭിത്തിയിൽ ചോരക്കറയുള്ള ഒരു മുറിയായിരുന്നു അക്കാലത്തെ ഓപ്പറേറ്റിംഗ് തിയേറ്റർ. കയ്യോ കാലോ ആഴത്തിൽ മുറിഞ്ഞാലോ ഏതെങ്കിലും തരത്തിൽ രോഗാണുബാധ ഉണ്ടായാലോ ആ ശരീരം മുറിച്ചു മാറ്റലല്ലാതെ രോഗിയുടെ ജീവൻ സംരക്ഷിക്കാൻ വൈദ്യശാസ്ത്രത്തിന് അന്ന് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബുച്ചറിങ് ആർട്ട് വിശദീകരിക്കുകയാണ്. ഇത്തരത്തിൽ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് വൈദ്യശാസ്ത്ര വിദഗ്ധർക്ക് തോന്നിയാൽ, ഒരു രോഗിയെ സർജറി ചെയ്യണമെന്ന് ഡോക്ടർക്ക് തോന്നിയാൽ അവർ തൊട്ടടുത്ത ഇറച്ചിവെട്ടു കടയിലെ ഒരു കശാപ്പുകാരനെ സഹായത്തിനായി വിളിക്കും. പലപ്പോഴും ഇത് ഇറച്ചിവെട്ട് കടയിലെ തിരക്കിലായിരിക്കുന്ന കശാപ്പുകാരൻ, തൻ്റെ ഇറച്ചിവെട്ട് കടയിലെ തിരക്കിലായിരിക്കുന്ന കശാപ്പുകാരൻ പകൽ മുഴുവനും കഴിഞ്ഞായിരിക്കും ആശുപത്രിയുടെ സർജറി സ്ഥലത്ത് എത്തിച്ചേരുക. പകൽ മുഴുവൻ കോഴിയെയോ പന്നിയെയോ വെട്ടിയ അതേ വെട്ടുകത്തി മൂർച്ചപ്പെടുത്തി ശസ്ത്രക്രിയ ചെയ്യേണ്ട രോഗിയുടെ മുറിച്ചു മാറ്റേണ്ട കയ്യോ കാലോ തടിക്കഷ്ണത്തിലേക്ക് എടുത്തു വെക്കും. രോഗി കരയാതിരിക്കുവാൻ വായിൽ പഴന്തുണി തിരുകും. എന്തുകൊണ്ട്? രോഗിയെ മയക്കിക്കിടത്താനുള്ള സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിലില്ല. അനസ്തേഷ്യ വരുന്നത് പിന്നീടും വർഷങ്ങൾ കഴിഞ്ഞാണ്. ആരാ സർജറി ചെയ്യുന്നത്? അടുത്ത ഇറച്ചിവെട്ട് കടയിലെ ഇറച്ചിവെട്ടുകാരൻ മുറിച്ചു മാറ്റേണ്ട ഭാഗം ഒരു തടിക്കഷ്ണത്തിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്കും. എന്നിട്ട് അതങ്ങോട്ട് പോത്തിനെയും പന്നിയൊക്കെ അറുത്തിരുന്ന അതേ ഉപകരണങ്ങൾ കൊണ്ട് അവർ ഇതിനെ അറുത്തുമാറ്റും. ഈ കാണുന്നതെല്ലാം ആ കാലഘട്ടത്തിൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അവരുടെ ശസ്ത്രക്രിയ എക്യുപ്മെൻസാണ്, ആയുധങ്ങൾ. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ബ്രിട്ടനിലും മറ്റും മ്യൂസിയങ്ങളിൽ ഇന്നും സൂക്ഷിച്ചുകൊണ്ട് വളരെ കൃത്യമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് രോഗിയെ എന്ത് ചെയ്യും? വായിലൊരു പഴന്തുണി അങ്ങോട്ട് തിരികെ കയറ്റും. എന്തുകൊണ്ട്? സംവിധാനങ്ങളില്ല. ശരീരം മരവിപ്പിക്കാനുള്ള മരുന്നുകളോ മറ്റോ ആ കാലത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് അനസ്തേഷ്യ വരുന്നത്. അത്രയും പ്രാകൃതമായ ഒരു കാലഘട്ടത്തിലായിരുന്നു ചാൾസ് ഡാർവിൻ ഈ തിയറി കൊണ്ടുവരുന്നത്. ഞാൻ പുസ്തകത്തിൽ തന്നെ വായിക്കാം. ഇറച്ചി വെട്ടുന്ന, തികച്ചും പ്രാകൃതമായി ഇറച്ചി വെട്ടുന്ന അതേ മനോഭാവത്തോടെ ഈ ശസ്ത്രക്രിയ പൂർത്തീകരിക്കും. ഇത്തരത്തിൽ നടത്തപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ ഭൂരിപക്ഷത്തിലും രോഗാണുബാധയുണ്ടായി രോഗികൾ മരണപ്പെടുന്നതും സർവ്വസാധാരണമായിരുന്നു. ഒരു സാങ്കേതിക സൗകര്യമുള്ള തിയേറ്ററോ മറ്റോ ഇല്ല. ഇങ്ങനെ ചെയ്താൽ ആളുകൾ മരിച്ചുപോകും, അവർക്ക് അണുബാധയുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ ഫംഗസിനെ കുറിച്ചോ വൈറസിനെ കുറിച്ചോ ബാക്ടീരിയയെക്കുറിച്ചോ ഉള്ള ഒരു അറിവും
അക്കാലഘട്ടത്തിലെ ഡോക്ടർമാർക്കോ ബയോളജിസ്റ്റുകൾക്കോ ഇല്ല. ഭൂരിപക്ഷം മരണപ്പെടുന്നതും സർവ്വസാധാരണമായിരുന്നു. സയൻറ്റിഫിക് അമേരിക്കൻ പ്രസിദ്ധീകരിച്ച കശാപ്പിൻ്റെ കല ബ്യൂച്ചറിങ് ആർട്ട് എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് വിശദമായി ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ 52, 53, 54 പേജുകൾ അത് വിശദീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ധാരാളം വേറെയും അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന വേറെയും ശസ്ത്രക്രിയകളുടെ ചിത്രീകരണങ്ങളും ഈ പുസ്തകത്തിൽ കാണാം. അതായത് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനങ്ങളില്ല, സാങ്കേതിക ഉപകരണങ്ങളില്ല, മാന്യമായ ഒരു രോഗിയെ സംരക്ഷിക്കാൻ ആവശ്യമായ ഒന്നുമില്ല. ഡാർവിൻ്റെ തന്നെ തൻ്റെ കുട്ടിക്ക് രോഗം വന്നപ്പോൾ നാം ആധുനിക മെഡിക്കൽ സയൻസ് ഒരു നിലക്കും അംഗീകരിക്കാത്ത ഒരു ചികിത്സയിലൂടെയാണ് രോഗിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഞാൻ പിന്നീട് ആ ഭാഗത്തേക്ക് വരാം. സംവിധാനങ്ങളോ സൗകര്യങ്ങളോ അറിവോ ഇല്ല. ആ കാലഘട്ടത്തിൽ ഡാർവിൻ്റെ മനസ്സിൽ തോന്നിയ, പ്രത്യക്ഷമായി കണ്ടപ്പോൾ, കാരണം സെൽ തിയറിയൊക്കെ വന്നപ്പോൾ വന്ന അറിവിൻ്റെ നൂതനമായ അറിവുകൾ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് അറിവുകളാണ് ഈ സെൽ തിയറിയൊക്കെ വന്നപ്പോൾ അതിൻ്റെ അപ്ഡേഷനുകളിലൂടെയും മറ്റൊക്കെ ലോകത്തുണ്ടായത്. അപ്പം അതിൻ്റെ ഒരു ശതമാനം പോലും അറിവ് ആ കാലഘട്ടത്തിലെ ശാസ്ത്രപടുക്കൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും വളരെ പ്രാകൃതമായ സാഹചര്യങ്ങളിൽ എല്ലാത്തിനും വ്യത്യാസങ്ങൾ വന്നു. എന്നാൽ തിയറി ഓഫ് എവല്യൂഷന് മാത്രം വ്യത്യാസം വന്നില്ല. അത് തെളിയിക്കാൻ ഇന്ന് വരെ ഡാർവിനിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് തികച്ചും പരിമിതമായ, ദുർബലമായ ചില വാദമുഖങ്ങൾ, ദുർലഭമായ സൗകര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ തിയറി സംവിധാനിക്കപ്പെട്ടത് എന്നത് പ്രാഥമികമായി നോക്കിയാൽ തന്നെ അത് നേരായിരിക്കാൻ നിർവാഹമില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഒരു കാലത്തെ ശാസ്ത്രകാരന് തെറ്റുപറ്റുക എന്നത് സ്വാഭാവികമാണ്. അക്കാലത്തെ പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് വന്ന അബദ്ധമായിരിക്കാം. പിന്നെ തൻ്റെ തോന്നൽ, ശാസ്ത്രം തന്നെ ഒരു അന്വേഷണമാണല്ലോ, അന്വേഷണത്തിൽ വന്ന അപാകതയുമായിരിക്കാം. അതൊരു തെറ്റൽ, അതൊരു സ്വാഭാവികതയാണ്, ഇതിലൊരു പ്രശ്നമൊന്നുമില്ല. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിലെ ശാസ്ത്രത്തിന് അതിൻ്റെ അബദ്ധത്തെ കണ്ടെത്താൻ കഴിയാത്തതും സ്വാഭാവികമാണ്. കാരണം ചാൾസ് ഡാർവിന് മാത്രമല്ല, മറ്റുള്ള ശാസ്ത്രകാരന്മാർക്കും ഈ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശാസ്ത്രം അതിനെ കൃത്യമായും അത് അബദ്ധമാണെന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞില്ല എന്നതും സ്വാഭാവികമാണ്. തിയറി ഓഫ് എവല്യൂഷനിലൂടെ ഒരു അബദ്ധത്തെ ഒരു വസ്തുതയായി ചാൾസ് ഡാർവിൻ മനസ്സിലാക്കി എന്നതും സ്വാഭാവികമാണ്. അതിനൊന്നും ആശ്ചര്യപ്പെടാനോ അത്ഭുതപ്പെടാനോ ഇല്ല. പക്ഷേ അവിടെയല്ല പ്രശ്നം എന്താണ്? ശാസ്ത്രം എന്നാൽ ഏത് കാലഘട്ടത്തിലും അന്വേഷണങ്ങളും മാറ്റങ്ങളുമാണ്. പുതിയ പുതിയ അറിവുകൾ, സാങ്കേതിക പരിജ്ഞാനങ്ങൾ, സാങ്കേതിക വിദ്യകൾ, അതിലൂടെ ലഭിക്കുന്ന സാങ്കേതിക പരിജ്ഞാനങ്ങൾ വഴിയായിട്ട് ദൈനംദിനം എന്ന് പറയാവുന്ന വിധത്തിൽ ശാസ്ത്രത്തിന് അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഒരു എക്സാമ്പിൾ, പ്രകാശം എന്നത് കണികകളാണ് എന്നാണ് ഒരു കാലത്ത് ശാസ്ത്രത്തിൻ്റെ ധാരണ. പിന്നീട് അത് കണികകളല്ല, അത് തരംഗങ്ങളാണ് എന്ന് ശാസ്ത്രകാരന്മാർ മനസ്സിലാക്കി. എന്നാൽ അവിടെ നിന്നില്ല. ആദ്യകാലത്ത് കണികകളാണ് എന്ന് മനസ്സിലാക്കി, പിന്നീട് തരംഗങ്ങളാണെന്ന് മനസ്സിലാക്കി. ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രകാരന്മാർ മനസ്സിലാക്കുന്നത് അത് കണികകൾ തരംഗങ്ങളായി സഞ്ചരിക്കുകയാണ് എന്നാണ്. കേവലം കണികകൾ മാത്രമെന്നോ കേവലം തരംഗങ്ങൾ മാത്രമെന്നോ എന്ന് പറയാവുന്ന വിധത്തിലല്ല, കണികകൾ തരംഗങ്ങളായി സഞ്ചരിക്കുന്നതാണ് പ്രകാശമെന്നാണ് ഇന്ന് ആധുനിക ശാസ്ത്രം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഇതിനും അപ്ഡേഷൻ വന്നേക്കാം. നാളെ ഇതൊന്നുമല്ലാത്ത ഒരു കാര്യമായി ശാസ്ത്രകാരന്മാർ അതിനെ കണ്ടെത്തിയേക്കാം. അന്നത്തെ സാങ്കേതിക തികവിലും സാഹചര്യത്തിലും അതിലേക്ക് എത്തിച്ചേരുക സ്വാഭാവികമാണ്. ഇത് തീരെ സൗകര്യങ്ങളില്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, ഗാൽപഗോസ് ദ്വീപുകളിൽ കണ്ട കുരുവികളുടെ കൊക്കുകൾ പോലെയുള്ള കാര്യങ്ങളിൽ തൻ്റെ പ്രാഥമികമായ നോട്ടങ്ങളിൽ മാത്രം മികവുറ്റ മൈക്രോസ്കോപ്പുകളോ ഇന്ന് മറ്റു സൗകര്യങ്ങളോ ലഭ്യമാകാത്ത ഒരു കാലഘട്ടത്തിൽ സംവിധാനിക്കപ്പെട്ട ഒരു തിയറി, അതും ആ തിയറി ഇന്ന് വരെ അതൊരു സത്യമാണെന്ന് തെളിയിക്കാൻ ഡാർവിനിസ്റ്റുകൾക്ക് ഈ നിമിഷം വരെയും 1859 നവംബർ 24-ാം തീയതി മുതൽ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ അതൊരു സത്യമായ
വസ്തുതയാണ് എന്ന് തെളിയിക്കാനുള്ള സംവിധാനം, ഒരു തെളിവ് ഇന്ന് വരെ ഡാർവിനിസ്റ്റുകൾക്ക് ലഭ്യമായിട്ടുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പ്രകൃതമായ ഒരു ചിന്താധാരയെ അല്ലെങ്കിൽ ഒരു സിദ്ധാന്തത്തെ ഇന്നും കൊണ്ടു നടക്കുന്നതിൽ എന്താണ് അർത്ഥം? ഒന്ന്. രണ്ടാമത്തത്, അത് ഭീമമായ അബദ്ധമായിരുന്നു എന്ന് ലോകത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞാൽ ലോകം കണ്ട, ആധുനിക ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശാസ്ത്രപടുക്കൾ ഇന്ന് ജീവിച്ചിരിക്കവേ, അപ്പോൾ ചില ആളുകളുടെ മുഷ്കുകളും താല്പര്യങ്ങളും മാത്രമാണ് ഇന്ന് ലോകത്തെ കോടിക്കണക്കായ കുട്ടികളെ ഡാർവിനിസം പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരം മികവുള്ള ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ ശാസ്ത്രശാഖകൾ രൂപപ്പെട്ടു വന്നു. ബയോകെമിസ്ട്രി, മൈക്രോബയോളജി തുടങ്ങിയ ശാസ്ത്രശാഖകൾ അതിസൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്താൻ കഴിവുള്ള ശാസ്ത്രശാഖകളാണ്. ധാരാളം ആധുനിക സാങ്കേതിക തികവുള്ള ഉപകരണങ്ങളാണ് സത്യത്തിൽ ബയോകെമിസ്ട്രിയുടെയും മൈക്രോബയോളജിയുടെയും എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. 1930-കൾക്ക് ശേഷം ഈ ശാസ്ത്രശാഖകൾ അതിശക്തമായി മുന്നോട്ട് വന്നു. ഇത് ഇന്ന് വളരെ കാര്യങ്ങളെയൊക്കെ വളരെ വിശദമായി വിദഗ്ധമായി മനസ്സിലാക്കാൻ കഴിവുള്ള ആധുനിക ശാസ്ത്രശാഖകളാണ് ബയോകെമിസ്ട്രിയും മൈക്രോബയോളജിയും എല്ലാം. ഇതിലെല്ലാം ഗവേഷണം നടത്തിയ ആധുനിക ശാസ്ത്ര പടുക്കൾ തികച്ചും അയാഥാർത്ഥ്യമാണ് എന്ന ഒരു വസ്തുതയിലേക്ക് ആദ്യം അവർ ഇതിൻ്റെ പൊരുത്തക്കേടുകളെ മനസ്സിലാക്കി. അതായത് പരിമിതമായ സൗകര്യങ്ങളിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു കൃത്യമായും വസ്തുതയാണെന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തത്തെ ഇങ്ങനെ ഫാക്റ്റായി അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകളെ ആധുനിക ബയോകെമിസ്റ്റുകളും മൈക്രോബയോളജിസ്റ്റുകളും ചോദ്യം ചെയ്തു. അതിനെക്കുറിച്ച് വലിയ ഗവേഷണങ്ങൾ അവർ നടത്തി. ആ ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് പൊരുത്തക്കേടുകൾ ബോധ്യപ്പെട്ടു. ആ പൊരുത്തക്കേടുകളിൽ അവർ ഗവേഷണം നടത്തിയപ്പോൾ ഡാർവിൻ സിദ്ധാന്തം തികച്ചും തെറ്റാണെന്ന് സത്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ 10,000-കണക്കിന് ധൈര്യശാലികളായ ആധുനിക ശാസ്ത്രജ്ഞന്മാർ, വലിയ സാങ്കേതിക സൗകര്യങ്ങളിൽ നിന്ന് പഠനം നടത്തിയ ആളുകൾ. ഞാൻ ഉദാഹരണം പറയാം. ആധുനിക ശാസ്ത്രജ്ഞരിൽ ബയോകെമിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്ത് തന്നെ എണ്ണപ്പെടുന്ന ബയോകെമിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മൈക്കിൾ ഡെൻഡൻ. അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹം ജനിക്കുന്നത് AD 1943 ഇന്നും മരിച്ചിട്ടില്ല. അദ്ദേഹം ബയോകെമിസ്ട്രിയിൽ ഇന്ന് ലോകം കണ്ട ശാസ്ത്രപടുക്കളിൽ ഒരാളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ന്യൂസിലാൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിലെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ റിസർച്ച് ഫെലോ ആണ്. ലോകത്ത് അറിയപ്പെടുന്ന ഒരു ബയോകെമിസ്റ്റാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിച്ച് അതിവിദഗ്ധമായ ഡാർവിനിസം പൂർണ്ണമായി തെറ്റാണ്, ഇന്ന് ലോകം കണ്ട ബയോകെമിസ്റ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബയോകെമിസ്റ്റുകളിൽ ഒരാളായ സമുന്നതനായ, അനവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ, അനവധി പഠന ഗവേഷണങ്ങളും റിപ്പോർട്ടുകളും ലോകത്തിന് സമർപ്പിച്ചിട്ടുള്ള ഈ അതിവിദഗ്ധനായ ശാസ്ത്രകാരൻ പരിണാമ സിദ്ധാന്തത്തിലെ പൊരുത്തക്കേടുകളെ മനസ്സിലാക്കിയതിനനുസരിച്ച് അദ്ദേഹം രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിരചിതമായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് എവല്യൂഷൻ, എ തിയറി ഇൻ ക്രൈസിസ് എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൻ്റെ 61-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. അമേരിക്കൻ പ്രസാധകരായ ആഡ്ലറാണ് ഈ പുസ്തകം 1985 പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ എവല്യൂഷൻ എ തിയറി ഇൻ ക്രൈസിസ് എന്ന ഈ പുസ്തകത്തിൽ തികച്ചും അബദ്ധമായ ഒരു ചിന്തയെ, ഒരു ധാരണയെ, ഒരു ശാസ്ത്രകാരന് സംഭവിച്ച തികച്ചും അബദ്ധമായൊരു ധാരണയെ ആധുനിക കാലഘട്ടത്തിൽ തിരുത്തപ്പെടാതെ കൊണ്ടുപോകുന്നതിൻ്റെ പൊരുത്തക്കേടുകൾ ആധുനിക വിദ്യാർത്ഥികളോടും ലോകത്തോട് തന്നെയും ഇന്നത്തെ പരിണാമവാദികളും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരമായ, വിജ്ഞാനത്തോട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളെ ഈ ഗ്രന്ഥം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പിന്നീട് വിശദീകരിക്കാം. അപ്രകാരം തന്നെ ലോകത്തെ അതിപ്രധാനികളായ ബയോകെമിസ്റ്റുകളിൽ ഒരാളാണ് അമേരിക്കൻ ബയോകെമിസ്റ്റും പെൻസിൽവാനിയയിലെ യൂണിവേഴ്സിറ്റിയിലെ ബയോകെമിസ്ട്രി വിഭാഗം പ്രൊഫസറുമായ മൈക്കിൾ ബീഹി. അദ്ദേഹം ഇപ്രകാരം തന്നെ ഡാർവിൻ സിദ്ധാന്തത്തിലുള്ള പൊരുത്തക്കേടുകളെക്കുറിച്ച് ആധുനിക ബയോകെമിസ്ട്രി വെച്ച് വളരെ ഗൗരവമായ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ
അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ്, ദ ബയോകെമിക്കൽ ചാലഞ്ച് ടു എവല്യൂഷൻ എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലാണ് ഇർറെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന പദം ആദ്യമായി പ്രയോഗിക്കുന്നത്. അതായത് വിശദീകരിക്കാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്ത അതിസങ്കീർണതയാണ് സത്യത്തിൽ ജീവവൈവിധ്യങ്ങളിലും ജീവികൾക്കിടയിലും ജീവശരീരത്തിലും ജീവകോശങ്ങളിലും എല്ലാം നിലനിൽക്കുന്നത് എന്ന ഇർറെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി. ഒരിക്കൽ അതിസങ്കീർണമായ ഒരു തരം പരിഹരിക്കാനാവാത്ത ഇർറെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി, ഒരിക്കലും പരിഹരിക്കാനാവാത്ത, വിശദീകരിച്ച് പൂർത്തിയാക്കാൻ കഴിയാത്ത സങ്കീർണതയാണ്. കേവലം യാദൃച്ഛികമായി സംഭവിച്ചതോ ആർക്കെങ്കിലും ഒരു പക്ഷിയുടെ 4 കൊക്ക് കൊണ്ട് ജീവന്റെ തുടക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതോ അല്ല. ജീവലോകത്ത് നിലനിൽക്കുന്നത്, സസ്യലോകത്ത് നിലനിൽക്കുന്നത്, അതിൻ്റെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി. ഈ പദം പോലും ലോകത്താദ്യമായി പ്രയോഗിക്കുന്നത് ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ് എന്ന ഈ പുസ്തകത്തിലൂടെയാണ്. അത്രയും വലിയ അതിസങ്കീർണതകളാണ് ലോകത്ത് നിലനിൽക്കുന്നത് എന്ന് ഈ ഗ്രന്ഥത്തിൽ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം മൈക്കിൾ ബീഹി വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം 1952 ജനിച്ച ശാസ്ത്രജ്ഞനാണ്. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ബയോകെമിസ്റ്റുകളിൽ ഏറ്റവും പ്രധാനിയാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഇവരൊക്കെ ചാൾസ് ഡാർവിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങുകൾ വിജ്ഞാനമുള്ളവരാണ്. അതായത് പരിജ്ഞാനങ്ങൾക്ക് സൗകര്യങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന്, പരിജ്ഞാനങ്ങൾക്ക് അനവധി സൗകര്യങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് ഡാർവിനേക്കാൾ കോടിക്കണക്കിന് അറിവുകൾ നേടിയ ആളുകളാണ്. ആ അറിവുകളെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ റിപ്പോർട്ടുകളെ, ആ റിപ്പോർട്ടുകളിൽ അവർ വെച്ചിട്ടുള്ള ശാസ്ത്ര സത്യങ്ങളെ നിഷേധിക്കാനോ തകർക്കാനോ പൊളിച്ചെഴുതാനോ ഡാർവിനിസ്റ്റുകൾക്കോ ഇനി മറ്റേതെങ്കിലും ഒരു ശാസ്ത്രകാരനോ ഇതുവരെ കഴിഞ്ഞതുമില്ല. ഇവരൊക്കെ ലോകത്ത് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരാണെന്ന് മാത്രമല്ല, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ആളുകൾ. ഡാർവിൻ അബദ്ധം പറ്റിയിരിക്കാം, ശരിയാണ്. പക്ഷേ ഇത്രയേറെ സൗകര്യങ്ങളുള്ള ഒരു കാലത്ത്, അന്നത്തെക്കാൾ കോടിക്കണക്കിന് അറിവുകളുള്ള മഹാപണ്ഡിതന്മാർ, ശാസ്ത്രപടുക്കൾ, ബയോളജിസ്റ്റുകൾ അവരൊക്കെ ജീവിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും പ്രാകൃതമായ, ഇന്ന് വരെ സത്യമാണെന്ന് തെളിയിച്ചിട്ടില്ലാത്തതുമായ ഈ ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തം കൊണ്ടു നടക്കുന്നതിൽ എന്താണ് യാഥാർത്ഥ്യം? ലോകത്തുള്ള കോടിക്കണക്കായ വിജ്ഞാന കുതികികളെ ആധുനിക ഡാർവിനിസ്റ്റുകളും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഭരണാധികാരികളും വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ് എന്ന ഗ്രന്ഥത്തിൽ മൈക്കിൾ ബീഹി വിശദീകരിക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി, അതിസങ്കീർണതകൾ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറയും. ജീവലോകം കേവലം യാദൃച്ഛികമായി ഉണ്ടായതാണ്. ഈ ലോകം, ജീവലോകമായാലും സസ്യലോകമായാലും ഒരു പരമാണു പോലും കേവലം യാദൃച്ഛികമായിട്ടാണ് ഉണ്ടായത് എന്നത് ബുദ്ധിയുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് സത്യത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും തിരിച്ചു നടക്കൽ അനിവാര്യമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഗൗരവമായി ഇതെല്ലാം പഠിക്കേണ്ടതുണ്ട്. യുവ സഹോദരങ്ങളെ നന്മയുടെ പുതിയ വാതിലുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ഈ പുസ്തകം വായനയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ അടുത്ത ദിവസം വിശദീകരിക്കും. അല്ലാഹു എല്ലാവർക്കും നല്ലത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. I think it was my father who first introduced me to Darwinian evolution. I was immensely moved by it, and it did start a roller coaster in a way, and then I started to become really quite anti-religious after that. I went through a sort of middle ground of what you might call deism. I think I gave up Christianity before I finally gave up the idea of a sort of creative designer of some kind. Darwin made it possible to be an intellectually fulfilled atheist. Before that, you could be an atheist. Hume was, for example. But it was quite difficult because you had no good explanation for why living things look so well designed. We are skeptical of claims for the ability of random mutations and natural selection to account for the complexity of life.
I'm skeptical. 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 Skeptical of claims For the ability of random mutations and natural selection to account for the complexity. the complexity. to account for the complexity of life. careful examination. Examination. Of the evidence. For Darwinian theory Should be encouraged. as a scientist. Scientist. microbiologist, Biochemist. Biochemist. as a geologist, Neuroscientist. Physician. Biologist and an engineer. I think there is overwhelming evidence for intelligent design in nature. In the operation of the human brain. In the features of the human body. In the chicken and egg causal circularity of life. As a mathematician, I see great evidence of purpose in the universe. As a molecular biologist, I see evidence for design everywhere I look, pretty much. The genetic code is like a software program. It's like somebody would have had to be a coder, would have had to form this particular genetic code. If you look at nature at large, what you see is incredible examples of innovation which surpass human technology.